പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെ: മിര്യാമിനെ 7 ദിവസം പാളയത്തിന് പുറത്താക്കി അടച്ചിട്ടു. അവളെ വീണ്ടും അംഗീകരിച്ചതുവരെ ജനം യാത്ര ചെയ്യാതെ ഇരുന്നു. അവളെ വീണ്ടും അംഗീകരിച്ചതുവരെ അവർ യാത്ര ചെയ്യാതെ ഇരുന്നു. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ദൈവജനത്തിന് ഒരു ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്: കനാനിൽ എത്തിച്ചേരണം. പാലും തേനും ഒഴുകുന്ന കനാൻ, കർത്താവിൻ്റെ വാഗ്ദത്തത്തിലേക്ക്, വാഗ്ദത്ത നാട്ടിലേക്ക് തങ്ങൾക്ക് എത്തിച്ചേരണം. ദൈവം മുന്നമേ തൻ്റെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ ആ നന്മയിലേക്ക്, ഹല്ലേലൂയ, ആ ദൈവിക സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണം. ആ ഒരു യാത്രയാണ് അവർ തുടങ്ങിയത്. എന്നാൽ ജീവിതത്തിൻ്റെ പല സാഹചര്യത്തിലും യാത്രയ്ക്ക് ഒത്തിരി തടസ്സം വന്നു. ഹല്ലേലൂയ. ഒരു പക്ഷേ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എത്തേണ്ടുന്ന യാത്ര 40 വർഷത്തോളം അധികം അവർ എടുത്തു. അവരുടെ യാത്രയ്ക്കകത്ത് തടസ്സമുണ്ടാകാൻ പല കാരണവുമുണ്ട്. എന്നാൽ ഇവിടെ ഇതാ ഹല്ലേലൂയ, മിര്യാമിനോടും ഹല്ലേലൂയ അഹറോനോടും മോശയോടുമുള്ള ബന്ധത്തിൽ ഒരു സംഭവം പരിശുദ്ധാത്മ വിവരിച്ചു പറഞ്ഞിട്ട് പറയുന്നു: അവരെ ഹല്ലേലൂയ അവളെ അംഗീകരിക്കുന്നത് വരെ അവരുടെ യാത്രയ്ക്ക് തടസ്സം വന്നു. അതുവരെ അവരവിടെ പാർത്തു. ഹല്ലേലൂയ. മിര്യാമിൻ്റെ കുഷ്ഠം മാറുന്നതുവരെ ജനം യാത്ര ചെയ്യാതെ യാത്ര തടസ്സപ്പെട്ടിരുന്നു. പ്രിയരെ, നമ്മുടെ യാത്രയ്ക്കകത്തും തടസ്സം വരുന്ന പലതും വന്നെന്നിരിക്കാം. എന്നാൽ അതിനെ അതിജീവിച്ച് മുന്നേറുവാൻ ഇന്ന് പകൽക്കാലവും കർത്താവ് നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. യാത്രയ്ക്കകത്തുള്ള ഡിലേ, യാത്രയ്ക്കകത്തുള്ള താമസം, യാത്രയ്ക്കകത്തുള്ള തടസ്സങ്ങൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഒരു ശുഭയാത്ര നമുക്ക് ലഭിക്കാൻ, നമ്മുടെ സിയോൻ യാത്ര നന്നായിരിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം. എന്താ ഇവിടെ യാത്രയ്ക്ക് തടസ്സം? ഒന്നാമത്തെ കാര്യം, ഈ വേദപുസ്തക ചരിത്രം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസനായ മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചു, ഒരു കല്യാണം കഴിച്ചു. അതിനെക്കുറിച്ച് ഹല്ലേലൂയ സംസാരമുണ്ടായി. ആ സംസാരം യഹോവയുടെ അഭിഷിക്തനെതിരെ സംസാരിച്ച മിര്യാമിനെ കർത്താവ് ശിക്ഷിച്ച് അവളെ കുഷ്ഠരോഗിയാക്കി തീർത്തു. ഇതാ ഈ സംഭവത്തിൻ്റെ ഹല്ലേലൂയ അടിസ്ഥാനം. ഈ സംഭവം നിമിത്തം എതിര് പറഞ്ഞ മിര്യാമിനെ ദൈവം ശിക്ഷിച്ച് അവളെ ഹല്ലേലൂയ ഒരു കുഷ്ഠരോഗിയാക്കി തീർത്തു. അത് കാരണം യാത്രയ്ക്ക് തടസ്സപ്പെട്ടു. ഇതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം. ഒന്ന്, ചില ബന്ധങ്ങൾ ഒരുപക്ഷെ യാത്രയ്ക്ക് തടസ്സമായി തീരും. ഹല്ലേലൂയ. മോശ കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചത് ഒരു സംസാരത്തിന് കാരണമായി തീർന്നു. ആ ഒരു വിവാഹ ബന്ധം ചില സംസാരങ്ങൾക്കിടയാക്കി തീർത്തു. പ്രിയരെ, ചില ബന്ധങ്ങൾ ഒരുപക്ഷെ സഭയ്ക്കകത്തും കുടുംബത്തിനകത്തും അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾക്ക് മുഖാന്തരമാക്കി തീർക്കും. ഹല്ലേലൂയ. ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് പറയുന്നു, നമുക്ക് ചില ബന്ധങ്ങൾ, നമുക്ക് വേണ്ടുന്ന ബന്ധങ്ങൾ മാത്രം ദൈവം തരട്ടെ. തെറ്റായ കൂട്ടുകെട്ടുകൾ, തെറ്റായ ബന്ധങ്ങൾ ഒരുപക്ഷെ നമ്മെയും മറ്റുള്ളവരെയും പാപത്തിലേക്ക് തിരിച്ചു എന്ന് വരാം. അതുകൊണ്ട് നാം ഏത് ബന്ധത്തിൽ ഏർപ്പെട്ടാലും, ഏത് ഹല്ലേലൂയ കൂട്ടുകാരെ കൂട്ടിയാലും, ഏത് കുടുംബ ബന്ധത്തിൽ ചേർന്നാലും നമുക്കൊരു കാര്യം ദൈവത്തോട് ചോദിക്കാം: കർത്താവേ, ഇത് അങ്ങേക്ക് അംഗീകാരമാണോ? ഇത് സഭയ്ക്കകത്ത് പിറുപിറുപ്പിന് മുഖാന്തരമാക്കുമോ? ഇത് കുടുംബത്തിനകത്ത് നന്മയ്ക്ക് വിരോധമായി തീരുക്കുമോ എന്ന് പ്രാർത്ഥിച്ച് ഒരു നല്ല തീരുമാനമെടുക്കാം. തെറ്റായ ബന്ധങ്ങൾ ഒരുപക്ഷെ യാത്രയ്ക്ക് തടസ്സം വന്നെന്നിരിക്കാം. 2, ഹല്ലേലൂയ, ഇവിടെ നാം കാണുന്നത് അഹറോനും ഹല്ലേലൂയ മിര്യാമും മോശയ്ക്ക് വിരോധമായി പിറുപിറുത്തു. അവർക്ക് എവിടെയോ ഒരു അസംതൃപ്തി വന്നു. ഈ ബന്ധത്തിനകത്ത് ഒരു അസംതൃപ്തി, ഈ കണക്ഷനകത്ത് എവിടെയോ ഒരു അസംതൃപ്തിയുടെ കാരണമായി തീർന്നു. പ്രിയരെ, ജീവിതത്തിൽ പിറുപിറുപ്പ് ഹല്ലേലൂയ ഒത്തിരി തടസ്സമുണ്ടാക്കും. നമ്മുടെ യാത്രയ്ക്ക്, നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാണ്. അതുകൊണ്ടാണ് അപ്പസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ നമ്മെ ഇപ്രകാരം പഠിപ്പിച്ചു: ആകയാൽ നിങ്ങൾ വാക്കിനാലും ക്രിയയാലും എന്ത് ചെയ്താലും എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിപ്പിൻ. പ്രിയരെ, സ്തോത്രമല്ലാതെ ഒന്നും നമ്മുടെ വായിൽ നിന്ന് വരരുത്. ഹല്ലേലൂയ. സെരുബാബേലിനെ പോലെ ഓരോ ചുവട് വെക്കുമ്പോഴും, ഓരോ കല്ല് വെക്കുമ്പോഴും, ഓരോ പണി നടക്കുമ്പോഴും ഒരു കാര്യം നമുക്ക് വിളിച്ചു പറയാം: കൃപ, 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 കൃപ. കൃപയല്ലാതെ ഒന്നും
നമ്മുടെ വായിൽ നിന്ന് വരരുത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ അടിസ്ഥാനക്കല്ല് ഇട്ടവനെ കൊണ്ട് ആണിക്കല്ല് കയറ്റുവാനും ദൈവം വിശ്വസ്തന. എല്ലാത്തിനും കൃപയെന്ന് പറഞ്ഞ് നന്ദി എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ട്. പിറുപിറുപ്പാൻ ഒത്തിരി കാര്യങ്ങൾ കാണും. ഒരുപക്ഷെ ജീവിതത്തിൽ ലഭിച്ചത് ജീവിതത്തിൽ അനുഭവിക്കുന്നതിനകത്ത് ഹല്ലേലൂയ ഒത്തിരി പിറുപിറുക്കാനോ ഒത്തിരി ഹല്ലേലൂയ പിറകിലിരുന്ന് സംസാരിപ്പാനോ ഒക്കെ മുഖാന്തരം വന്നെന്നിരിക്കാം. എന്നാൽ അതിനകത്തോടൊരു നന്മ കണ്ടെത്താനും ദൈവത്തെ സ്തുതിപ്പാനും വാക്കിനാലും ക്രിയയാലും എന്ത് ചെയ്താലും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാൻ നമ്മെ തന്നെ പരിശീലിപ്പിക്കാം. നമ്മുടെ വായിൽ നിന്ന് സ്തോത്രം പുറപ്പെടട്ടെ. ഇതാ മൂന്നാമത്തെ തടസ്സം, മൂന്നാമത്തെ കാര്യം. എന്താ മൂന്നാമത്തെ കാര്യം? അഭിഷിക്തന് വിരോധമായി സംസാരിച്ചു. ദൈവിക അതോറിറ്റിക്കെതിരെ ഹല്ലേലൂയ അവർ മറുതലിച്ചു. പ്രിയരെ, നിങ്ങളുടെ മുകളിൽ ദൈവം തന്ന അതോറിറ്റിയിൽ ആരെ കൊണ്ട് വെച്ചാലും ഏത് വ്യക്തിയായിരുന്നാലും ദൈവിക വ്യവസ്ഥയെ നിങ്ങൾ എതിർക്കരുത്. ദൈവിക വ്യവസ്ഥയ്ക്കെതിരെ സംസാരിക്കരുത്. കുടുംബത്തിലെ ദൈവവ്യവസ്ഥ കാണും. ഒരു ഭർത്താവിൻ്റെ സ്ഥാനം കാണും, ഒരു ഭാര്യയുടെ സ്ഥാനം കാണും, ഒരു അപ്പൻ്റെ സ്ഥാനം കാണും, ഒരു യജമാനൻ്റെ സ്ഥാനം കാണും. തമ്പുരാൻ നിങ്ങളെ ഏത് വ്യവസ്ഥയ്ക്ക് കീഴെ വെച്ചോ ആ വ്യവസ്ഥയെ അംഗീകരിപ്പാൻ, ഏറ്റുപറയാൻ, അതിന് കീഴ്പ്പെട്ടിരിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് പകൽക്കാലവും നമ്മെ വിളിച്ച ദൈവം വഴിയിൽ തള്ളിക്കളയത്തില്ല, വഴിയിൽ തടസ്സം കൊണ്ടുവരത്തില്ല. അക്കരെ എത്തിക്കുവോളം സൂക്ഷിപ്പാൻ വിശ്വസ്തനത്രേ. അതുകൊണ്ട് ഇതാ 3 പാഠങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 1, നമ്മുടെ ബന്ധങ്ങൾ. 2, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, സ്തുതിയുടെ വാക്കുകൾ മാത്രം പുറപ്പെടട്ടെ. 3, ഹല്ലേലൂയ കർത്താവ് ഏൽപ്പിച്ച ദൈവിക വ്യവസ്ഥകൾക്ക് നമുക്ക് കീഴ്പ്പെട്ടിരിക്കാം. നമ്മുടെ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.